കൊള്ളാം. വാ. എങ്ങനെയായിരുന്നു അച്ഛനുമായിട്ട്? അല്ല, അച്ഛനായിട്ടുള്ള കല്യാണം എങ്ങനെയാ നടന്നേ? അത് ഇതെൻ്റെയും രണ്ടാം കല്യാണേനോ. ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് മരിച്ചു. നിമോണിയേനു. ആടുന്ന് ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛൻ്റെ പരസ്യം പത്രത്തിൽ കാണുന്നത്. എന്ത് പരസ്യം? തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതനായ യുവാവ് പുതിയ ബന്ധം നോക്കുന്നെന്നും പറഞ്ഞു. മാതൃഭൂമി കണ്ണൂർ എഡിഷനിൽ ഉണ്ടേനു പരസ്യം. വിളിച്ചു നോക്കിയപ്പോൾ മൂപ്പർക്ക് ആടെ തന്നെയാ താമസവും ജോലിയും, പിന്നെ പറയത്തക്ക ബന്ധുക്കളാരുമില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെയേനു. എല്ലാം കൊണ്ടും ചേരുന്നതാന്ന് തോന്നിയപ്പോൾ എൻ്റെ അച്ഛൻ അതങ്ങ് ഓർപ്പിച്ചതാ. എന്തുകൊണ്ടാ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ആക്കിയെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? അത് ആദ്യ ഭാര്യയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ കുഴപ്പങ്ങളുള്ളതുകൊണ്ട് ബന്ധം ഒഴിവാക്കേണ്ടി വന്നു എന്നാ മൂപ്പര് നമ്മളോട് പറഞ്ഞ്. അപ്പം അബദ്ധമല്ല അല്ലേ? മര്യാദയ്ക്കൊരു കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ ബന്ധത്തിൽ പോകുന്നതിനല്ലേ അവിഹിതം എന്ന് പറയുന്നേ. ഇപ്പൊ ഇവിടെ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിരിക്കുന്ന അവരെയാ. അപ്പൊ നമ്മുടെ അമ്മ അവിഹിതമാണോ? അല്ലേ? രണ്ടാമത് റൂട്ട് മാറി പോകുന്നതല്ലേ അവിഹിതം? നമ്മുടെ അമ്മ ഫസ്റ്റ് അല്ലേ? അതിന് പ്രൂഫില്ലല്ലോ. അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രൂഫ് ഇല്ലാത്തോണ്ട് നമ്മൾ അച്ഛൻ്റെ ആരാ? മക്കൾ തന്നെയല്ലേ? അമ്മ ഭാര്യ അല്ലെങ്കിൽ നമ്മൾ എന്ത് മക്കള്? കൊണ്ടുവന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു വെള്ള പൂച്ച അവിടെ അങ്ങനെ നിൽപ്പുണ്ടോ നോക്കേ. ഇവിടെ അവിടെ അതവിടെ നിൽപ്പുണ്ട്. എന്തെടുക്ക? ആ പിറകു പിറക്കി ചുറ്റും കറങ്ങി കിടപ്പുണ്ട്. ഓ, കറങ്ങി കിടപ്പുണ്ടോ? ഇഷ്ടം. നീ അങ്ങോട്ട് പോവാ? ഞാൻ പറമ്പിലേക്ക്. എടാ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ എന്നെ ഒന്ന് പുറത്തോട്ടിറക്ക. ഇതിനകത്തിരുന്ന് മടുത്ത്. മക്കളോട് പറഞ്ഞാൽ മതി. രണ്ട് മാസം കൂടുമ്പോഴൊക്കെ അച്ഛൻ വരാറുള്ളു. കറക്റ്റായിട്ട് അപ്പം തന്നെ പ്രോഗ്രസ് കാർഡും മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓരോന്നും പറഞ്ഞ് വെറുത്ത് ചെയ്വിത ലഭിക്കില്ല പുള്ളി. ഞാൻ പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് മൂപ്പരായാലൊന്നും ഇടപെടാറില്ല. പിന്നെ ആകെ നിർബന്ധിച്ച് ജയിക്കുന്നത് കൊല്ലത്തിലൊരു പ്രാവശ്യം ശബരിമല കയറ്റും. അതാണല്ലേ ഇവിടെ എല്ലാ കൊല്ലവും അരവണയപ്പോ കിട്ടാറുണ്ടോ? അതായിരിക്കും. ആ ശശിയേട്ടൻ പറഞ്ഞു നിങ്ങളുടെ ഒരു
ട്രിപ്പ് പോയ ഫോട്ടോ ഉണ്ടെന്ന്. ആ അത് സമ്മർ വെക്കേഷനിൽ എങ്ങോട്ടെങ്കിലും പോകാറുണ്ട്. നിങ്ങൾ പോകാറില്ലേ? ഇവിടെ ട്രിപ്പ് പോകണം മൈൻഡൊന്നും എല്ലാവർക്കും. ആ പിന്നെ ആകെ ഔട്ട് ഓഫ് കേരള പോയേക്കണ ഞാനാണ്. ആ ആ പണ്ട് സ്കൂളിൽ പഠിക്കണ കാലത്തെ ഒരു വട്ടം കൊടക് പോയിട്ടുണ്ട്. പിന്നെ 2-3 കോളേജിലായിട്ട് ഒരു 3 വട്ടം പിന്നെയും കൊടക് പോയിട്ടുണ്ട്. പിന്നെ കൊടക് അത്ര പോയിട്ടുണ്ട്. ഷോ ആ കേറിപ്പോടാത്തേക്ക് അവനെ കൊണ്ട് തുടങ്ങി. നീ വേണം രണ്ടുകൂടെ പുറത്തേക്ക് ഇറങ്ങിയേക്കോ, പറഞ്ഞാലും മനസ്സിലാവില്ല ഇതിനൊന്നും. കോളേജിലെ അഡ്മിഷൻ നേരത്ത് അച്ഛനാണ് വന്നിരുന്നത്. ആ അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചപ്പോൾ എൻ്റെ ഉണ്ടായില്ല. ആണോ? ആ എന്നിട്ട് അച്ഛൻ്റെ ചെറിയായിട്ടൊന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ പുള്ളി പേടിച്ചിന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തു. ഓ എനിക്ക് ഉറപ്പാണ് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫോട്ടോന് പോസ്റ്റ് കൊടുത്തിട്ടില്ല. ആ എന്നിട്ട് കാര്യം ചോദിച്ചപ്പോൾ പുള്ളി എന്നെ ഫോട്ടോനാക്കി ട്രാക്ക് വാങ്ങിച്ചാ. വേണ്ട ആ ഇത് ഞാനാ. എൻ്റെ കോളേജ് ഐഡിയിൽ ഈ ഫോട്ടോ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ ട്രിപ്പായി കളഞ്ഞാ. ആ എടാ എന്നാലും എൻ്റെ ഇടയിൽ നിന്റെ ഫോട്ടോ ആണല്ലോ. കുറച്ച് സപ്ലൈ ഒക്കെ ചെയ്തണ്ടായി. അപ്പം അതങ്ങോട്ട് എഴുതിയെടുക്കാൻ അത് പറ്റില്ലല്ലേ? കുഴപ്പമില്ല. ഇവിടെ വന്നേ. നീ എന്തിനാ അവനെ കൊണ്ട് പുറത്തിറങ്ങിയത്? അല്ല ഗോപേട്ട നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഒരു ഹെൽപ്പിന്. അപ്പൊ അവനെ കൊണ്ട് അങ്ങ് ഇറങ്ങിയേക്കണോ അല്ലേ? ആരെങ്കിലും കണ്ടാ എന്തായനെ? അല്ല അതിനാരും കണ്ടിട്ടില്ല ചേച്ചി. ഓ കണ്ടവരൊക്കെ നിന്നോട് പറഞ്ഞിട്ടാണല്ലോ പോകുന്നേ. ഇവിടെ ഒരു നോട്ട് കിട്ടിയാൽ മതി, നാട്ടുകാർക്ക് അറിയാലോ. എന്താ ചേ ഇവന്മാർ രണ്ടും കൂടെ പുറത്തിറങ്ങിയിട്ടാന്നേ കമ്പനി കൂടുതൽ. ഇവിടെ അകത്തൊന്നും സ്ഥലമില്ലാത്ത പോലെ. ചേച്ചി നോക്കാം, ഞാൻ പറഞ്ഞോളാം. എന്താണത്? 10-24 വയസ്സായില്ലേ? ഇവിടെ ഞങ്ങൾ ഈ പറയണത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കായില്ലേ? ഗോപേട്ട അതിനവിടെ നിന്ന് ആരും കാണൂലെന്ന്. അല്ല ഇപ്പൊ കണ്ടാത്ത പ്രശ്നം. നിങ്ങൾ എന്തിനാ നാട്ടുകാരെ പേടിക്കണേ? എടാ നീ നിന്റെ കാര്യം മാത്രം നോക്കി നടക്കണമെന്ന് നിനക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണോ? ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ തലയിടുന്നുണ്ട്. അവർ തിരിച്ചും തലയിടുന്നുള്ള നല്ല പേടി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അകത്തിരുന്ന് സംസാരിച്ചോ, എത്ര വേണം സംസാരിച്ചോ. നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല മോനെ, അവസ്ഥയാണ്. ആ അടുത്ത റൗണ്ട് കയറാറായി. സുരിയെ വിളിക്കണ്ടേ? വേണോട്ടെ, തെങ്ങിക്കറുന്ന മെഷീൻ വല്ല റെന്റ് കിട്ടുമെന്ന് നോട്ടെ. ഇനി ഇതിന്റെ പേരിൽ ആരെയും കൂടെ അടുപ്പിക്കാൻ നിൽക്കണ്ട. നമുക്കന്നെ ആ കേസ് വിട്ടേക്ക്. അച്ഛൻ്റെ സപ്തതി ഇങ്ങ് അടുക്കാറായി. നാട്ടുകാരെയൊക്കെ വിളിക്കണ്ടേ? പരിപാടി ചെറിയ രീതിയിൽ നടത്തുന്നുള്ള പറഞ്ഞ് നാട്ടുകാരെ ഒഴിവാക്കാം. പക്ഷെ കുടുംബക്കാരെ വിളിക്കേണ്ടി വരില്ലേ? എടാ സപ്തതി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ, ഒരു പിണ്ണാക്കം വേണ്ട. തൽക്കാലം ആര് ചോദിച്ചാലും അച്ഛനൊന്ന് ഉഷാറായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കേക്കും. അല്ലെങ്കിൽ മനുഷ്യനോട് ഇളകിയിരിക്കുക. അതിന്റെ ഇടയിലാണ് ഇവിടെ എല്ലാവരും കൂടെ കൂട്ടി വിളിച്ച് സദ്യ കൊടുക്കല്. നല്ലൊരു വക്കീലിനെ കാണണം. ഉള്ള മുതൽ കയ്യിൽ പോകാതിരിക്കാൻ എന്ത് കളി കളിക്കുന്നത് അങ്ങേരോട് ചോദിക്കാം. എന്റെ പൊന്ന് അശോകേട്ടാ, സംഗതി വക്കീലാണ്, എത്തിക്സ് ഉണ്ടാവും എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു സഭയിൽ ഇരിക്കുമ്പോഴേ നിങ്ങളിത് മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യം എല്ലാവരോടും വിളമ്പിയാല് സംഭവം ആ വഴിക്കങ്ങ് പോകും. നമുക്ക് വലിയ പിടുത്തില്ലാത്തൊരു ഏരിയ ഇത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് വെറുതെ ടെൻഷൻ കൂട്ടാന്നല്ലാതെ ഒരു എക്സ്പേർട്ടിനെ കാണുന്നത് തന്നെയാണ് നല്ലത്. ജയദേവൻ സാർ വിളിച്ചായിരുന്നു, കട്ടായിപ്പോയി. നിനക്കതങ്ങ് എടുക്കായിരുന്നില്ലേ? ഞാൻ എടുത്തപ്പോഴത്തേക്ക് കട്ടായിപ്പോയി. ഒന്ന് തിരിച്ചു വിളിക്കാം. മാനേജറാ, വിളിക്കാം വാ. ലതയുടെ ഉള്ള ആഭരണങ്ങൾ മുഴുവൻ പണയത്തില. ആ തിയേറ്ററിലെ ജോലി പോയത് മുതൽ ഇതുവരെ കഴിഞ്ഞു പോയതെല്ലാം അതുമല്ല. അവൻ ആ സ്കൂളിലെ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് ഡെപ്പോസിറ്റുള്ള പൈസ കണ്ടിരിക്കുന്നത് അവൻ ലതയുടെ വീരത്തിലാണ്. ആ കാര്യം ലതയ്ക്ക് അറിയുകയും ചെയ്യാം. അതുമല്ല ഈ വിവരം നിന്നോട് പറയാൻ അവന് നല്ല മടിയുണ്ട്. അതുകൊണ്ട് നീ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം.